സ്ത്രീ പട്ടക്കാരികൾ നമ്മുടെ രാജ്യത്ത് കുറവ്. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പട്ടക്കാരോടൊപ്പം ഉണ്ടെങ്കിലും ഇന്ത്യയിൽ CSI സഭയാണ് ആദ്യമായി സ്ത്രീകളെ പട്ടക്കാരിയായി വാഴിച്ചത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇവർ കുറവാണ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളം കാണാനെത്തിയ റവറൻ ശശികല ആൽവയുമായി ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജിജു വൈക്കത്തുശ്ശേരി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്ന്. CSI സഭയിൽ സ്ത്രീകൾ പട്ടക്കാരികളാകാനുള്ള നിയമം ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം പട്ടക്കാരികൾ കുറവുള്ള സാഹചര്യത്തിലാണ് കേരളം സന്ദർശിക്കുവാൻ എത്തിയ റവറൻ ശശികല ആൽവയുടെ പ്രശസ്തി വർദ്ധിക്കുന്നത്. കേരളത്തിൽ പുരുഷ വൈദികരാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് പട്ടക്കാരികൾ തിരുവനന്തപുരം മേഖലയിൽ ഉണ്ടെങ്കിലും അത് കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം പട്ടക്കാരികളെ നമ്മളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയില്ല. സ്ത്രീ എന്ന വേർതിരിവ്, അതായത് ലിംഗവിവേചനത്തെ CSI സഭ ശക്തമായ ഭാഷയിൽ എതിർക്കുന്നു എന്നതിന് തെളിവ് കൂടിയാണിത്. സ്ത്രീകൾ ബലഹീനയാണ്, അബലയാണ് തുടങ്ങിയ ചർച്ചകൾ പുരോഗമിച്ച കാലത്താണ് സ്ത്രീ ശക്തി വിളിച്ചോതി CSI സഭ ഇവരെ ആൾത്താരയിലേക്ക് ഉയർത്തിയത്. സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ ലോകത്തെ രക്ഷിക്കുവാൻ വന്ന യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികൾ വിവേചനം കാട്ടുന്നത് ശരിയല്ലെന്ന തീരുമാനം CSI സഭയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ധീരമായ തീരുമാനം സഭ എടുത്തത്. ഇനിയും റവറൻ ശശികല ആൽവ എന്ന പട്ടക്കാരിയെക്കുറിച്ചുള്ള വിവരണത്തിലേക്ക്. 2021 പിന്നെ പ്രസ്ബിറ്റർ ഓർഡിനേഷൻ കിട്ടിയത് എനിക്ക് 2023. അന്ന് മുതൽ ഈ ലൈഫ് ആയിട്ടില്ല സ്റ്റോറിലൊക്കെ ഇടാം. ഇനി 5 വർഷങ്ങളായിരിക്കും. 5 വർഷത്തിനുള്ളിൽ എത്ര തവണ കുർബാന അർപ്പിക്കും? കുർബാന എല്ലാ ഫസ്റ്റ് സൺഡേ ആണ്. എല്ലാ ഫസ്റ്റ് സൺഡേ ഇതില്ലാത്ത ഈ ദൈവീയ വേലയിൽ ഇറങ്ങി സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കൃപയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. കർണാടക സംസ്ഥാനത്തിൻ്റെ പർദ്ദിസയായ ബാംഗ്ലൂരിലെ പ്രബല ഹിന്ദു സമുദായത്തിൽ വളർന്നു വന്നയാളാണ് റവറൻ ശശികല ആൽവ. ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തു മതത്തിൽ സ്വന്തം തീരുമാനത്തിൽ ചേർന്നു. പള്ളികളിൽ പോവുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനിടെ ഡിഗ്രിയും PGയും ഒക്കെ എടുത്ത റവറൻ ശശികല ആൽവയ്ക്ക് പട്ടുത്വം എടുക്കണമെന്ന ദൈവിക ആഗ്രഹം ഉണ്ടായി. ഈ ആഗ്രഹം ആദ്യമൊക്കെ പുറത്തു പറയുവാൻ അവർ തയ്യാറായില്ല. ഇവരെ സഹായിക്കുവാൻ ആദ്യമൊന്നും ആരുമില്ലായിരുന്നു. ഒടുവിൽ തൻ്റെ ആഗ്രഹം ദൈവവേല ചെയ്യുന്ന തൻ്റെ ഭർത്താവിനോട് പറയുകയും അദ്ദേഹം വഴി 2006 BDക്ക് ചേരുകയുമായിരുന്നു. ആക്ച്വലി ഞാൻ വളർന്നതൊക്കെ ഒരു ഹിന്ദു ഫാമിലിയിലാണ്. 22 വർഷങ്ങൾ മുമ്പ്. അപ്പം എനിക്ക് ആരും ഒരു ഗാഡ് ഫാദർ അങ്ങനെ ഒന്നും ഇല്ല തിയോളജി പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം എന്നെ തിയോളജി പഠിക്കാൻ UTCയിലോട്ട് വിട്ടു. 2006 എൻ്റെ ഒരു BD പഠിത്തമൊക്കെ തുടങ്ങിയത്. അന്ന് മുതൽ ഒരു പള്ളിയിലോട്ട് കയറാനും അച്ഛനാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഗൈഡൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടിയില്ല എനിക്ക്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന്. ഞാൻ ക്ലാസ്സൊക്കെ ഇട്ടുകൊണ്ട് പള്ളിയിലും ശുശ്രൂഷകളൊക്കെ നടത്തും, പിന്നെ പ്രസംഗിക്കും. ഇപ്പോൾ 2006 മുതൽ തുടങ്ങിയ ഒരു BD പഠിത്തം. പിന്നെ 10 ആകുമ്പോൾ എൻ്റെ BD കഴിഞ്ഞു. പിന്നെ MTH ഒക്കെ തുടങ്ങി, MTH ക്ലാസ്സസൊക്കെ തുടങ്ങി. പിന്നെ എൻ്റെ ഡയസിസ് കർണാടക സദറൻ ഡയസിസിലെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഓർഡിനേഷന് വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോൾ അത് ബൈബിൾ സൊസൈറ്റിയിൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തത് കൊണ്ട് അവിടെ അത് ഓർഡിനേഷൻ കമ്പൽസറി ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ ചർച്ചിൻ്റെ കൂടെയാണ്. അപ്പോൾ അപ്രോച്ച് ചെയ്തപ്പോൾ എൻ്റെ ബിഷപ്പ് അവർ മിനിസ്ട്രിയൽ കമ്മിറ്റിയിൽ വെച്ചും ഈ ഒരു റിക്വസ്റ്റൊക്കെ അവർ കൺസിഡർ ചെയ്തും പിന്നെ എനിക്ക് ഡീക്കൺ ഓർഡിനേഷൻ 2021 കിട്ടി. എൻ്റെ ഫാമിലി ആദ്യത്തെ പ്രീസ്റ്റ് ഞാനാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യനാണ്. അപ്പോൾ പിന്നെ 2023 മെയ് മാസത്തിൽ എനിക്ക് പ്രസ്ബിറ്റർ ഓർഡിനേഷൻ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ പള്ളിയിൽ ഫുൾ ടൈം പാസ്റ്ററാണ്. പിന്നെ ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ കൂടെ ഇപ്പോൾ ഞാൻ കർണാടക ഓക്സിലറി സെക്രട്ടറി ആയിട്ടും എനിക്ക് ഒരു പ്രിവിലേജ് എന്തെന്ന് പറഞ്ഞാൽ എല്ലാ ഡിനോമിനേഷൻ പള്ളിയിലോട്ടും പോകും, എല്ലാ ശുശ്രൂഷയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയല്ലത് വേറെ ഒന്നുമല്ല എനിക്ക്. തുടർന്ന് 2011 മുതൽ 13 വരെ MDH പഠിച്ചു. 2021 കർണാടകയിലെ ശ്രീൻ ഭദ്രാസനത്തിൽ ഡീക്കനാവുകയും 2023 പട്ടത്വം സ്വീകരിക്കുകയും ചെയ്തു. കർണാടകയിലെ 3 ഭദ്രാസനങ്ങളിലെ 20 സ്ത്രീ പട്ടക്കാരിൽ ഒരാളാണ് റവറൻ ശശികല ആൽവ. ഇതോടെ മുഴുവൻ സമയം ദൈവവേല ചെയ്തു വരുന്ന ഇവർ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ഇംഗ്ലീഷിലും കന്നഡയിലും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന റവറൻ ശശികല ആൽവ മലയാളം ഭംഗിയായി സംസാരിക്കും. പ്രമുഖ വ്യവസായിയും
നിരണം സ്വദേശിയും റിട്ടയർ വ്യോമസേന ഉദ്യോഗസ്ഥനുമായ പഴങ്ങേരിൽ മണലേൽ എം.ഒ. വർഗീസിനും കുടുംബത്തിനും ഒപ്പം കേരളം സന്ദർശിക്കുന്ന റവറൻ ശശികല ആൽവയ്ക്ക് ചെറുപ്പം മുതൽ മലയാളികളെയും കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെയും വളരെയേറെ ഇഷ്ടം.